മറ്റാരുണ്ട് LDF അല്ലാതെ? കെ സ്മാർട്ട് നടപ്പാക്കിയപ്പോൾ ഭരണ സേവനങ്ങൾ ലളിതമാക്കപ്പെട്ടു. അതിലൂടെ 82 ലക്ഷം അപേക്ഷകൾ അതിവേഗതയിൽ തീർപ്പാക്കാനും കഴിഞ്ഞു. നമ്മുടെ സംസ്ഥാനം പൊതുസേവനാവകാശ ബിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, സേവനാവകാശം ഉറപ്പുവരുത്തുക എന്നുള്ളത്. അത്തരമൊരു ബിൽ വഴി സമയബന്ധിത സേവനം ലഭ്യമാക്കുന്നത് നിയമപരമായി ഉറപ്പാക്കാൻ കഴിയും. അതിൽ വീഴ്ച വന്നാൽ അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിലേക്ക് കടക്കാനാകും. അതേപോലെ തന്നെ നമ്മുടെ കേരളമാണ് ഏറ്റവും കൂടുതൽ PSC വഴിയുള്ള നിയമനം നടന്ന സംസ്ഥാനം. ഇതിൻ്റെ ഭാഗമായി 3,13,202 നിയമനങ്ങൾ ഈ ഘട്ടത്തിൽ നടത്തിയിട്ടുണ്ട്. അതിൽ തന്നെ അപേക്ഷിക്കാനുള്ള പ്രായപരിധി വർദ്ധിപ്പിച്ച് കൂടുതൽ അവസരങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ KDISC വഴി 2,66,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. ഇവിടെ ഗവൺമെൻറ് പ്രഖ്യാപിച്ച ഒരു പദ്ധതി നമ്മുടെ യുവത പഠനം കഴിഞ്ഞ് പിന്നീട് ആവശ്യമായ നൈപുണ്യം നേടുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. ആ സമയം അവർക്ക് പ്രത്യേക വരുമാനമൊന്നുമില്ല. അപ്പം അങ്ങനെയുള്ള ആളുകളുടെ സ്ഥിതി പരിഗണിച്ചുകൊണ്ടാണ് കണക്ട് വർക്ക് എന്നൊരു പദ്ധതി യുവാക്കൾക്ക് വേണ്ടി തയ്യാറാക്കിയത്. അതുവഴി 75,376 പേർക്ക് സാമ്പത്തിക സഹായം നൽകാനായിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് തൊഴിൽ ലഭിക്കുന്നതിന് മുൻപ് ആവശ്യമായ നൈപുണ്യം നേടുന്നതിനുള്ള അവസരമാണ് ഇതിലൂടെ ലഭ്യമാകുന്നത്. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇടപെട്ട് സർക്കാർ ചെയ്ത ഒരു നടപടി ഡിഗ്രി വിദ്യാഭ്യാസം വരെ സൗജന്യമാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഡിഗ്രി തലത്തിൽ ഇപ്പോൾ സൗജന്യമായിരുന്നില്ല, അത് സൗജന്യമാക്കി നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു. അതേപോലെ തന്നെ നമ്മുടെ നാടിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനം, അതിൽ നമ്മൾ വളരെ പിറകിലായിരുന്നു. നാട്ടിലെ റോഡുകൾ പൊതുവിലിടുങ്ങിയതായിരുന്നു. ദേശീയപാതയുടെ നിലവാരം തന്നെ പലയിടത്തും വില്ലേജ് റോഡുകളിൽ നിന്നും പിറകിലായിരുന്നു. ഇത് നല്ല രീതിയിൽ പരിഹരിക്കാൻ നമുക്കായി. ഇപ്പോൾ ദേശീയപാത 66 പ്രവർത്തനങ്ങൾ ഭംഗിയായി നിറവേറ്റാൻ കഴിഞ്ഞത് സംസ്ഥാന സർക്കാർ ഈ ദേശീയപാതയ്ക്ക് വേണ്ടി എടുക്കുന്ന ഭൂമിയുടെ വിലയുടെ 25% കൊടുക്കാൻ തയ്യാറായതിലൂടെയാണ്. രാജ്യത്ത് ഒരിടത്തും അതിനു മുൻപോ അതിനു ശേഷമോ ഇത്തരം ദേശീയപാതകളുടെ വികസനത്തിന് വേണ്ടി ഭൂമി ഏറ്റെടുക്കാൻ സംസ്ഥാന സർക്കാർ വിഹിതം കൊടുത്ത അനുഭവം ഉണ്ടായിട്ടില്ല. പക്ഷെ നമുക്ക് ചെയ്യേണ്ടി വന്നു. നമുക്ക് ദേശീയപാത നടപ്പിലാക്കൽ വളരെ പ്രധാനമായിരുന്നു. അതുകൊണ്ടാണ് അത്തരമൊരു കാര്യം ചെയ്യാൻ നമ്മൾ നിർബന്ധിതമായത്. ദേശീയപാത ഇപ്പം നല്ല നിലക്ക് നടക്കുകയാണ്. കഴിഞ്ഞ തവണ
നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിനും 2 ദിവസം മുൻപാണ് പ്രധാനമന്ത്രി ചില റീച്ചുകൾ ഉദ്ഘാടനം ചെയ്തത്. ഏതാനും റീച്ചുകൾ കൂടി ഉദ്ഘാടനത്തിന് അടുത്തെത്തിക്കഴിഞ്ഞു. നല്ല പുരോഗതി ആ കാര്യത്തിൽ ഉണ്ട് എന്നാണ് കാണാൻ സാധിക്കുക. പക്ഷേ ദേശീയപാതയോടൊപ്പം തന്നെ നാടിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വേഗത കൂട്ടുന്നതിനായി 2 റോഡുകൾ കൂടി പ്രധാനപ്പെട്ടവ എന്ന നിലക്ക് സംസ്ഥാന സർക്കാർ നടപ്പാക്കുകയാണ്. അതിലൊന്നാണ് മലയോര ഹൈവേ, മറ്റൊന്നാണ് തീരദേശ ഹൈവേ. രണ്ടിനും കൂടി 10,000 കോടി രൂപ ചെലവിടണമെന്നാണ് നേരത്തെ കണക്കാക്കിയുള്ളത്. അത് പൂർണ്ണമായും സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ്.